ഹലോ ഗായ്സ്, ഇന്നൊരു മീൻ പൊള്ളിക്കലായാലോ. ഞങ്ങൾക്ക് ഇന്നൊരു പുഴമീൻ കിട്ടി. കുറച്ച് അത്യാവശ്യം വലിയ പുഴമീനായിരുന്നു. അപ്പം ഞങ്ങൾ പൊരിച്ച് കഴിക്കാമെന്ന് ആദ്യം വിചാരിച്ച, പക്ഷേ ഏട്ടൻ രാത്രി വന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കിത് പൊള്ളിക്കാമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മസാലയൊക്കെ തയ്യാറാക്കിയിട്ടോ. മസാല തയ്യാറാക്കി എന്ന് പറയുമ്പോൾ മസാല സിമ്പിളായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും, പിന്നെ മല്ലി, മുളക്, മഞ്ഞൾ, കറിവേപ്പില, കുറച്ച് ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, അത്രയുമായിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. കുറച്ചധികം നേരം, ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ തേച്ച് പിടിപ്പിച്ച് അങ്ങനെ വെച്ചു. പുറത്ത് തന്നെ, ഫ്രിഡ്ജിൽ വെച്ചില്ല, പുറത്ത് തന്നെ വെച്ചേ. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഴയിലൊക്കെ കെട്ടി പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ആ മീനയിൽ ഇറക്കി വെച്ച് നല്ലതുപോലെ മൂടി വെച്ചു. അങ്ങ് തിരിച്ചു മറിച്ചിട്ട് വേവിക്കുകയും ചെയ്തു. ഇലയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ഞങ്ങൾ വേവിച്ചു കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കിയപ്പം സൂപ്പർ സ്മെല്ലായിരുന്നു കേട്ടോ. ചെറിയ ആളായിരുന്നു, ഇതിനെ കുഴയ്ക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉറക്കം സഹിക്കാൻ വയ്യാതെ അവൾ കിടന്നുറങ്ങി. ബൂബ് ഇതാ കാത്തു നിൽക്കുകയാണ്, കണ്ണിൽ ഈർക്കിളിയും കുത്തി വെച്ചിട്ട് ഉറക്കം വന്നിട്ടും കാത്തു നിൽക്കുകയാണ് തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. വാഴെല്ലാം അങ്ങോട്ട് തുറന്നപ്പം സൂപ്പർ സ്മെല്ലാണ് കേട്ടോ വന്നത്. നല്ല ഫ്ലഷി മീനാണ്. കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ എരിവും പുളിയും എല്ലാം ഫ്ലഷിലേക്കും ഇറങ്ങി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങളിങ്ങനെ പൊള്ളിക്കലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചധികം നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട്, അപ്പോൾ സൂപ്പറാണ് ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. ലാസ്റ്റ് മുള്ളു മാത്രമായിട്ടുള്ളതുണ്ടായിരുന്നു, അത് പിന്നെ ഞാൻ ചേർക്കണ്ട വെച്ചിട്ട് ആ വീഡിയോയിലിടാഞ്ഞ്. ഏതായാലും നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഒക്കെ ഫുള്ള് കണ്ടിട്ട് അഭിപ്രായം പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബായ്, ടാറ്റ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ. ടാറ്റ, ബൈ ബൈ.